എന്താ ചെയ്ത് ഈ ഇടയ്ക്ക് ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ നാറ്റിക്കുന്നത് മാത്രമേ എനിക്ക് പറയാം. ഞങ്ങൾക്ക് കുടുംബം ഇല്ല മേഡം. അല്ല ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ ഇവളുടെ പോയ മാനത്തിന് എന്നാ വില? ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ മാനത്തിന്. അതും ഞാൻ ചോദിക്കാം, ഞാൻ നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സുണ്ട്, നീ പോയി ആത്മഹത്യ ചെയ്യും. അന്തസ്സുണ്ടാവും, ആ മരണത്തിനൊരു അന്തസ്സുണ്ടാവും. നീ ആത്മഹത്യ ചെയ്ത് പോയി, നിന്റെ മരണത്തിനൊരു അന്തസ്സുണ്ടാവും. നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലോ അർഹതയുണ്ടോ? ഒക്കെ ഏത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത ആ പെണ്ണിന്റെ ഇത് ചെയ്ത് അവളെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവള് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ്? നമസ്കാരം. ഗവൺമെന്റ് മുൻ പ്ലീഡർ PG മാനുവിന്റെ മരണത്തിൽ മാനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവ് ജോൺസൺ ജോയിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. മനു പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് വഴങ്ങാതായതോടുകൂടി ജോൺസൺ മനുവും കുടുംബാംഗങ്ങളും വീട്ടിലെത്തി, അതായത് ജോൺസന്റെ വീട്ടിലെത്തി അവരോട് മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിലെ ഗൂഢാലോചന തെളിഞ്ഞതുകൊണ്ടാണ് അറസ്റ്റ്. ഇതിൽ മനം നൊന്താണ് മനു ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. ജോൺസൺ പകർത്തിയ വീഡിയോയിൽ ആത്മഹത്യ ചെയ്തൂടെ നിനക്ക് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ജോൺസൺ. പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ജോൺസന്റെ നിരന്തര സമ്മർദ്ദങ്ങളെ തുടർന്നാണ് മനു ആത്മഹത്യയിലേക്ക് നീങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. മനു മാപ്പപേക്ഷിക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മൂവാറ്റുപുഴ അഞ്ചൽപ്പെട്ടി പ്ലാത്തോട്ടത്തിൽ വീട്ടിൽ ജോൺസൺ ജോയിയാണ്. മനുവിന്റെ ആത്മഹത്യക്ക് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഇന്നലെയാണ് പിറവത്തുള്ള ഈ ഫ്ളാറ്റിൽ നിന്ന്, ബന്ധുവീടാണിത്, അവിടെ നിന്ന് പോലീസ് പിടികൂടിയത്. ഈ മാസം ആദ്യമാണ് വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ പോസ്റ്റ് ചെയ്തത്. പീഡന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കർശന വ്യവസ്ഥകളോടെ ജാമ്യം ലഭിച്ചതിനു ശേഷം അഭിഭാഷകനായി തുടരുന്നതിനിടയിൽ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതിയുണ്ടായിരുന്നു. പിന്നീട് യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം മനു മാപ്പപേക്ഷിക്കുന്ന വീഡിയോയാണ് ജോൺസൺ പ്രചരിപ്പിച്ചത്. കൊലപാതക ശ്രമക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ് ജോൺസൺ. ജോൺസന്റെ എറണാകുളം പുതുശ്ശേരിപ്പടി കുരിശുപള്ളിക്ക് സമീപമുള്ള വാടക വീട്ടിൽ മനുവിനെയും ഭാര്യയെയും മനുവിന്റെ സഹോദരിയെയും വിളിച്ചു വരുത്തി ഇവർ അറിയാതെയാണ് ജോൺസൺ സംഭാഷണം പകർത്തിയത്. മനുവിനെ ഇവരുടെ മുന്നിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പോലീസ് പറയുന്നുണ്ട്. സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനലുകൾ വഴിയും മനുവിനെ ജോൺസൺ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായും മരിക്കുന്നതിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച സന്ദേശത്തിലുണ്ട്. നഷ്ടപരിഹാരം നൽകാനുള്ള ജോൺസന്റെ ആവശ്യത്തിന് മനു തയ്യാറായിരുന്നില്ല. മൊബൈൽ ഫോണിലെ ചാറ്റും ഫോൺ വിളികളും പരിശോധിച്ചാണ് കൊല്ലം ACP S ഷെരീഫും സംഘവും ഇയാളെ പിടികൂടിയത്. വീഡിയോ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചതും. മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് മനുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. വീഡിയോ ഉപയോഗിച്ച് മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു. മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ നവംബറിലായിരുന്നു. സർക്കാർ അഭിഭാഷകനായിരുന്ന മനു നിയമസഹായം തേടിയെത്തിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന പരാതി ഉയർന്നിരുന്നു. 2018 നടന്ന പീഡന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ മനുവിനെ സമീപിച്ചത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി മനു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് തള്ളിയിരുന്നു. കേസിൽ ജാമ്യത്തിലായിരുന്നു മനു. ഇതിനിടെയാണ് പുതിയ വീഡിയോ പുറത്തു വന്നത്. മരിക്കുന്നതിന് മുൻപ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മനുവിനെതിരെ ആരോപണം ഉന്നയിച്ച വീട്ടമ്മ ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിൽ കർശന വ്യവസ്ഥകളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിൽ തുടരുന്നതിനിടെയാണ് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് മറ്റൊരു യുവതിയും രംഗത്തെത്തിയത്.
ഇതിനു പിന്നാലെ PG മനുവും സഹോദരിയും ചേർന്ന് ഈ യുവതിയുടെ കുടുംബത്തോട് മാപ്പപേക്ഷിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ഈ വീഡിയോയിൽ യുവതിയുടെ ഭർത്താവ് എന്ന് കരുതുന്നയാൾ PG മനുവിനോട് ആത്മഹത്യ ചെയ്യാൻ പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ വീഡിയോ വലിയ രീതിയിലാണ് പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് PG മനുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്നത് മനുവായിരുന്നു. ഈ കേസിന്റെ ഭാഗമായാണ് PG മനു കൊല്ലത്തെത്തി വാടക വീട്ടിൽ താമസം ആരംഭിച്ചത്. ജൂനിയർ അഭിഭാഷകർ മനുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇതോടെ അഭിഭാഷകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നന്ദി.